ലൂസി, എടി ലൂസി, നേരെ ഇത്ര ആയിട്ടൊരു ചായ തരാൻ നിനക്ക് സമയമായില്ലേ? എന്തോ പറയാൻ എൻ്റെ ഒരു തലവര. എടാ കൊച്ചനെ ആ പാത്രം ഇങ്ങോട്ട് എടുത്തേ. രണ്ടാ കൊച്ചൻ നോക്കിയിരിക്കുന്ന കണ്ടോ? എടി ലൂസിയെ, അമ്മച്ചി ചായ കുടിക്കേ. എത്ര പ്രാവശ്യം വിളിക്കുന്നോടി? നിനക്കെന്താ ഇവിടെ ഇത്ര ജോലി? നിനക്ക് ആ പത്രം എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരരുതോ? അമ്മച്ചി പത്രം, ഈ പത്രം എടുത്ത് അമ്മച്ചിക്ക് അങ്ങോട്ട് വായിക്കരുത്. അമ്മച്ചിയുടെ കൈക്കോ കാലിനോ വല്ല കുഴപ്പമുണ്ട്. ഛേ, എന്ത് പറഞ്ഞടി? എനിക്ക് സൗകര്യമില്ല. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ എൻ്റെ മുമ്പ് കെട്ടിക്കൊണ്ട് വന്നത്? എൻ്റെ കാര്യം നോക്കാനും ഇവിടുത്തെ ജോലി ചെയ്യാനുമാ. എന്നാ പിന്നെ മോനോട് പറഞ്ഞൊരു വേലക്കാരി നിർത്തിയാൽ പോരായിരുന്നു. എൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ? അതേടി, നിനക്ക് ഞാനൊരു വേലക്കാരിയുടെ വില പോലും തന്നിട്ടില്ല. എന്നെ അമ്മച്ചി ഒന്ന് അടങ്ങിയിരിക്കെ. എനിക്കൊരു 100 കൂട്ടം പണി കിടക്കും. ഞാൻ പോവാകത്തോട്ട്. ഓ ചെല്ല്, മഴ മറിക്കൂല്ലേ അവിടെ? അമ്മേ, ചായതാ, ഞാൻ പോട്ടെ. നിനക്ക് അകത്തോട്ട് ഇന്ന് ചായ എടുത്ത് കുടിക്കരുതോ? അമ്മച്ചിക്ക് അകത്തോട്ടല്ല ചായ കിട്ടത്തില്ലേ? ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടും. മോളെ, നീ പള്ളിയിൽ പോവില്ലയോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോകാനാ? പള്ളിയിൽ പോയിട്ട് സൺഡേ സ്കൂളും കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ. ഹലോ, ഞാൻ വരുവാ. അയ്യോ മോളെ, നീ ചായ കുടിക്കാണോ പള്ളിയിൽ പോകുന്നേ? ഏത് സമയം ഒരു ഫോൺ തന്നെ. എവിടെ ചെന്ന് അവസാനിക്കും? അതിരിക്കട്ടെ, രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും കുന്തം ഉണ്ടാക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നീ ഉണ്ടാക്കത്തുള്ളൂ? അമ്മച്ചിക്ക് ഇടിയപ്പം മുട്ടക്കറി ഇഷ്ടമല്ലയോ? അതുകൊണ്ടല്ലേ അത് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ ഒന്നും ഉണ്ടാക്കുന്നത്. ഓ സമ്മതിച്ചു, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ഓ എന്തോ പറയാനാടി, ഇവിടെ ഒരു സ്വസ്ഥതയും തരത്തില്ല. എപ്പോഴും അങ്ങ് വഴക്കായെന്നോട്. ഞാൻ എന്തോ ചെയ്യാനാ? ഒരു ഇരിപ്പിരുന്ന് അവിടെ എല്ലാം കൊണ്ട് കൊടുക്കണം. ഒരു പച്ചക്കറി പോലും ഒന്ന് അരിഞ്ഞു തരാൻ വരത്തില്ല. എന്തോ കഷ്ടമാടി എൻ്റേത്. എടി, എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഞാനും അമ്മയും കൂടെ എല്ലാ പണികളും ചെയ്യുന്നത്. അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നതും അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഓ, അത് നിന്റെ ഒരു ഭാഗ്യം. എൻ്റെ തലവരെ ഇങ്ങനെ ആയിപ്പോയി. അതെല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഇപ്പം വരും, പള്ളിയിൽ പോകാൻ. അല്ല, നിങ്ങൾ ഇന്നും പള്ളി വരുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിലെ വരാൻ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. എനിക്കൊന്നും വയ്യ. എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കാണ് ഇല്ലാത്തത്? നമ്മൾ ഒരേ പ്രായക്കാരല്ലേ? എനിക്കും ഈ അസുഖങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനെങ്ങും പോകുന്നില്ലേ? ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും. ലൂസി, നീ ഇന്നും പള്ളിയിൽ വരുന്നില്ലേ? അച്ഛന്മാർ നിങ്ങളെ എപ്പോഴും തിരക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത്. നിങ്ങളോട് എന്തിനാ തിരക്കുന്നത്? അച്ഛന്മാർക്ക് ഈ വീട് അറിയത്തില്ലേ? ഓ, ഞാനെങ്ങും വരുന്നില്ല. 6 ദിവസം ജോലിക്ക് പോകണം. ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന. ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്. ഞാനും നിന്റെ കൂട്ട് ജോലിക്ക് പോകുന്നതല്ലേ എന്നും പറഞ്ഞ് ഞാൻ ആരാധനയൊന്നും കൊടുക്കാറില്ല. എന്നും 9 മണിയാകുമ്പോൾ എഴുന്നള്ളൂ, 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഇന്നെങ്കിലും വീട്ടിൽ നിന്റെ കാര്യം ഒന്ന് നോക്കേ. വാ മോളെ, നമുക്ക് പോവാം. അച്ഛൻ നിങ്ങളെ പള്ളി കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തിരക്കാനും വിളിക്കാനുമാ ഞങ്ങൾ വന്നത്. ആട്ടെ, മോളെന്തിയെ? കൊച്ചുമോള് നിന്റെ, അവളും വരുന്നില്ലേ? ഓ, അവള് രാവിലെ പള്ളിയിൽ പോയി. എന്നാ ഞങ്ങളും പോകുക. ഓ, ഇതിൽ വായിക്കാനൊന്നുമില്ല. ആ TV എങ്ങാനും ഓൺ ചെയ്തിരുന്നെങ്കിൽ വല്ല സിനിമയും കാണാമായിരുന്നു. നമുക്ക് ആഹാരം കഴിക്കേ. എടി, ആ TV ഒന്ന് ഓൺ ചെയ്തേ. ഞാൻ അത് കണ്ടുകൊണ്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. ഹലോ, ആരാ? ഹലോ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകളാണോ അന്ന? നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. അയ്യോ, അവള് രാവിലെ പള്ളിയിൽ പോയാന്നല്ലോ. പിന്നെന്താ പറ്റി? ഞാനിപ്പോ വരുന്നേ. നീ ഇതാ എങ്ങോട്ടടി? ആരടി വിളിച്ചേ? ഒന്നുമില്ല അമ്മച്ചി, ഞാനിപ്പോ വരാം. ആ മോളോ, എന്നെ കണ്ടിട്ട് എത്ര നാളായിടി? ഇനി എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ചേച്ചി എന്തി അമ്മേ? അവൾ ആരുടെ ഫോൺ വന്ന് അങ്ങോട്ട് പോണ കണ്ടു. ആ, അമ്മ എന്താ കഴിക്കുന്നേ? ഇടിയപ്പം മുട്ടക്കറിയാണോ? ചേച്ചി ഉണ്ടാക്കിയതല്ലേ, നല്ല സൂപ്പർ ആയിരിക്കും. വാ മോളെ, എന്നാ നമുക്ക് കഴിക്കാം. അമ്മ ഇന്നും പള്ളിയിൽ പോയില്ലേ? ഓ, എനിക്കൊന്നും വയ്യ കുഞ്ഞെ. എൻ്റെ കാലിലെല്ലാം വേദന. 10-70 വയസ്സായില്ലേ? അമ്മയോട് പറയാനൊന്നും എനിക്ക് വയ്യ. ചേച്ചി വന്നപ്പോൾ മുതൽ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ദിവസവും 1/2 മണിക്കൂർ വെച്ച് നടക്കണമെന്ന്? ഓ, എനിക്കൊന്നും വയ്യ. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. എനിക്കൊന്നും വയ്യ അങ്ങനെ നടക്കാനൊന്നും. നീ നിന്റെ കാര്യം നോക്കുഞ്ഞെ. മോളെ, കുഞ്ഞുങ്ങളെ എന്താ നീ കൊണ്ടുവരാഞ്ഞേ? അവരെ കണ്ടിട്ട് എത്ര നാളായി? പള്ളിയിലെ ആരാധന
ചെയ്തത്. എന്ത് ദോഷം? ഞാൻ എന്തോ ചെയ്തു? അമ്മയുടെ മോന്റെ ഭാര്യയല്ലേ, ചെറിയ ജോലികളൊക്കെ ചെയ്ത് അമ്മ ചേച്ചിയെ സഹായിക്കണം. എന്നെ കാണുന്നത് പോലെ അമ്മ ചേച്ചിയെയും കാണണം. ഉണ്ടെന്ന് കഴിക്കു വച്ചേ. ഓ, പള്ളിയിലൊക്കെ കഴിഞ്ഞോ? നേരത്തിനായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇതുവഴി വന്നത്. ഇന്ന് കൊച്ചച്ഛനായിരുന്നു. അല്ല, അന്നെ കൊച്ചു പള്ളി പോയെന്നല്ലേ രാവിലെ പറഞ്ഞത്? പള്ളിയിലെങ്ങും ആ കൊച്ചു വന്നിട്ടില്ല. 3 ആഴ്ചയായി സൺഡേ സ്കൂളിൽ കണ്ടിട്ടെന്ന് ജോണി സാർ പറഞ്ഞു. അല്ല, പള്ളിയിൽ പോയ കൊച്ചിന് എന്ത് പറ്റി ചേച്ചി? ഓ, അവള് പള്ളിയിലൊന്നും പോയതല്ല. ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവൻ എനിക്ക് ജ്യൂസിൽ എന്തോ ഡ്രഗ്സ് കലർത്തി തന്നു. ഞാൻ അറിയാതെ താൻ കുടിച്ചു. ഞാൻ അപ്പം തന്നെ മയങ്ങി വീണു. അവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ നേഴ്സിന് കൊടുത്തു. നേഴ്സ് കുറച്ചുകൊണ്ട് അമ്മയെ വിളിച്ച്. എടി മോളെ, കൂട്ടുകാരൊക്കെ നല്ലത്. പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അതെങ്ങനെയാ? വളർത്തുന്നത് ഇവളല്ലയോ? മോളെ നോക്കാൻ വല്ല ഇവർക്ക് സമയമുണ്ടോ? നിർത്തുക നിന്റെ വർത്തമാനം. അവൾ ജോലിക്ക് പോകണം, സമ്പാദിക്കണം, വീട്ടിലെ പണി ചെയ്യണം. മരുമോൾ വന്നപ്പോൾ മുതൽ അവൾക്ക് റെസ്റ്റ്. നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നു? പിന്നെ കൊച്ചിനോട് പോകുന്ന പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ? നീയാണ് കുറ്റക്കാരി. പ്രായമായ സ്ത്രീകൾ വീടിന്റെ വിളക്കാണ്. നീയല്ലേ ഈ കുഞ്ഞിനെ തലത്തൊട്ടത്? അതെന്റെ അവകാശമല്ലേ? അപ്പം നിനക്ക് അവകാശമൊക്കെ അറിയാമല്ലേ? അപ്പോൾ മാമോദിസമൊക്കെ അച്ഛൻ തലത്തൊട്ടമ്മയ്ക്കൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ? ഈ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്തേണ്ട ചുമതല നിന്നെ അല്ലായിരുന്നോ ഏൽപ്പിച്ചത്? ഓ, അതൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണോ? അച്ഛന്മാരങ്ങനെ പലതും പറയും. പിള്ളേരെ വളർത്തേണ്ട അപ്പൻ്റെ അമ്മയുടെ ചുമതലയാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കും. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അമ്മച്ചി, നമ്മൾക്ക് ഈ കുടുംബത്തിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ കുഞ്ഞ് ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇതിന് ഉത്തരവാദി നമ്മൾ രണ്ടുപേരുമാണ്. ശരി മോളെ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇന്നു മുതൽ നമ്മുടെ ഈ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയും പള്ളി ആരാധനയ്ക്കും നമ്മൾ ഒരുമിച്ച് ഇനി പങ്കിടും. ഇവിടെ വന്ന മാറ്റം കണ്ടിട്ട് വളരെ സന്തോഷമായി. അല്ലേ മക്കളെ? എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തെറ്റുകാരോ കുറ്റക്കാരോ ആയി ജനിക്കുന്നില്ല. അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്.